ഹലോ, നമ്മളിന്ന് കാറ്റാടിപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. കെനിയയിലുള്ളൊരു കാറ്റാടിപ്പാടമാണ്. കരേൻ ഹബ്ബൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോഴാണ് ഈ കാറ്റാടിപ്പാടം ഉള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള റോഡൊക്കെ ഇത്തിരി കട്ടറൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ അങ്ങോട്ട് പോവുക. കാറ്റാടിപ്പാടത്തിൻ്റെ പേര് ngong എന്നാണ് കേട്ടോ. അപ്പോൾ NGONG എന്നാണ് പേര്. പക്ഷേ N സൈലൻ്റ് ആണ്, അതുകൊണ്ട് ngong എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും നല്ല പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരിക. അപ്പോൾ അങ്ങോട്ടുള്ള റോട്ടിൽ കൂടെ നമ്മൾ ടാറിടാത്ത റോഡാണ്, അതിലേക്കൂടെ മണ്ണിട്ട റോഡാണ്, അതിലേക്കൂടെ കയറുവാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ കാറ്റാടിപ്പാടം. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ വരെ പോയി നിന്നിട്ട് നമുക്കത് കാണാൻ പറ്റും. തൊട്ടടുത്ത് നിന്ന് കാണാം, തൊട്ട് നോക്കാം. അത്രയും അടുത്ത് വരെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പൗരന്മാർക്ക് എന്നത്തെയും പോലെ കുറഞ്ഞ ഫീസാണ്. പിന്നെ PR എടുത്തവർക്ക് വേറൊരു തരം ഫീസാണ്. പിന്നെ വിസിറ്റേഴ്സ് ആയിട്ട് വന്നവർക്ക് വേറൊരു ഫീസാണ് കേട്ടോ. വിസിറ്റേഴ്സ് ആയിട്ട് വന്നവരുടെ ചെറിയ തോതിലൊന്ന് കഴുത്തറത്തെടുക്കും. അതെല്ലായിടത്തും അറിയാമല്ലോ, നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാം. വിസിറ്റേഴ്സിനെ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ കസിൻസിനെയൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ജിറാഫ് പാർക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല ഫീസാണ് കേട്ടോ അവർ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര രൂപ ഫീസ് അടച്ചതെന്ന് ഞാൻ എൻ്റെ റെസിപ്റ്റ് കിട്ടുമല്ലോ, അപ്പോൾ പറഞ്ഞുതരാമേ. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഫീസെങ്കിലും നമ്മളോട് അവർ 400 വെച്ചാണ് മേടിച്ചിട്ടുള്ളൂ. പിന്നെ കുട്ടിക്കാണെങ്കിൽ ഫീസ് മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കാറ്റാടിപ്പാടത്തിൻ്റെ അകത്തോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സീനറിയാണ്. കാരണം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ, ഞാൻ പഴനിക്ക് പോകുമ്പോഴൊക്കെ കാറ്റാടിപ്പാടം കാണാറുണ്ട്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചിലർ കാറ്റാടിപ്പാടത്തോട്ട് ടൂറ് പോയവരൊക്കെ ഉണ്ടാവും. പക്ഷേ പഴനിയിലൊക്കെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കാൻ നല്ല പച്ചപ്പിൻ്റെ ഇടയിലാണ് നമ്മുടെ കാറ്റാടിപ്പാടം നിൽക്കുന്നത്. അത് നല്ലൊരു സീനറിയാണ് കേട്ടോ. ഇത് തന്നെയാണ് ഇന്ത്യയിലെയും കെനിയയിലെയും കാറ്റാടിപ്പാടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ നമ്മൾക്കിത് ഇപ്പോൾ കെനിയയിൽ വന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലെ കാറ്റാടിപ്പാടം കണ്ട് സംതൃപ്തമായാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞതാണ് ഇതാണ് ഡിഫറൻസ് എന്ന്. കാരണം ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കാറ്റാടിപ്പാടം നിൽക്കുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഭംഗിയാണ്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഡ്രൈ ആയിട്ടുള്ള കാറ്റല്ല, നല്ല തണുത്ത കാറ്റാണ്. നല്ല തണുപ്പുണ്ട്, നമുക്ക് ഒട്ടും ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ വരുമ്പോഴാണെങ്കിലും നമുക്കിങ്ങനെ ഇറങ്ങി നിന്നൊക്കെ കാണണമെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം തന്നെയായിരിക്കും നല്ലത്. പണ്ട് ഇവിടെ ഫോട്ടോഗ്രാഫിക്കൊക്കെ കാശ് കൊടുക്കണമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും വേണ്ട, അതിനൊന്നും കാശ് എക്സ്ട്രാ ഒന്നും കൊടുക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും തന്നെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് പൈൻ ഫോറസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പൈൻ മരങ്ങൾ ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് കാറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അത് മനസ്സിലാവുള്ളൂ, ഭയങ്കര കാറ്റാണ്. അപ്പോൾ എല്ലാ പൈൻ മരങ്ങളും ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ പൈൻ മരങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കേരളമൊക്കെ അങ്ങ് ഓർമ്മ വന്നു. നമ്മുടെ വാഗമണ്ണൊക്കെ പോലെയൊക്കെ തോന്നി കേട്ടോ. ഈ പൈൻ മരങ്ങളുടെയൊക്കെ ഇടയിലൂടെ ഇറങ്ങിയിട്ട് നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഞാനാണെങ്കിൽ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി നടക്കാത്തത്. പിന്നെ പൊഞ്ചിയാണെങ്കിൽ ഇറങ്ങി നടക്കാൻ തീരെ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ പൈൻ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നല്ല പൊക്കമുണ്ട്. പക്ഷേ ഇവിടുത്തെ പൈൻ മരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പൊക്കം ഇല്ലാത്തതാണ് കേട്ടോ. കുറേ പേരൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനും ലാസ്റ്റ് ആയപ്പോഴത്തേക്കൊന്ന് ഇറങ്ങി നടന്നു. ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാണ്ടിരുന്നാൽ അത് നഷ്ടമായി പോകുമല്ലോ. അതുകൊണ്ട് ഒന്ന് ഇറങ്ങി നടന്നായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നത് ക്രിസ്മസ് ടൈമിലാണ് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ടും വെക്കേഷൻ ടൈം ആയതുകൊണ്ടും ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ. അതേ ഒത്തിരി കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. പലരും അവിടെ നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും ഒരു നല്ല സ്ഥലം തപ്പി നടക്കുകയാണ് നിർത്താൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ പറയാം. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കെനിയയിലെ സ്ഥലമാണോ ഈ ngong ഹിൽസ് എന്ന്? ആണ് കേട്ടോ, എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1, 2, 3 അല്ലെങ്കിൽ ഒരു 50 കാറ്റാടികൾ കാണുമെന്ന്. ഇത് 50 ഒന്നും അല്ല കേട്ടോ, ഒരു 100 കാറ്റാടികളെങ്കിലും കാണും. വണ്ടി പറന്നു പോകുന്നു, അത്രയും കാറ്റാണ്. മുടി പറക്കുന്നുണ്ട്. ഞാനും കൊച്ചും കൂടെ അവിടെ ഇറങ്ങി ഒന്ന് നിന്നു കേട്ടോ. ദൈവമേ, ഞാൻ നിങ്ങളോട് അതിശയോക്തി പറയണതല്ല, നിങ്ങൾ പോയി നോക്കുക കേട്ടോ. ഒരു 5 മണിക്ക് ശേഷമൊക്കെ പോയി നോക്കുക. അപ്പോൾ വെയിലും കാണില്ല, ഭയങ്കര കാറ്റ് കേട്ടോ. ഞാൻ പറന്നു പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറന്നു പോകുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 85 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ പറന്നു പോകുമെന്ന് തോന്നിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഇതിൻ്റെ ഇടയിൽ ഈ മലയുടെ മണ്ടയിൽ ഒരു തടാകം പോലെ ഉണ്ട് കേട്ടോ, അതാണ് ആ കാണുന്നത്. പിന്നെ പൊഞ്ചീനെ അവിടെ ഒട്ടും ഇറക്കി നിർത്താൻ പറ്റില്ല. പൊഞ്ചി എന്തായാലും പറന്നു പോകും. മനുവേട്ടൻ ചോദിക്കുകയാണ് കാറ് വരെ പറന്നു പോകുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ പോലും കുറേ ആൾക്കാർ കാറിൻ്റെ പൊക്കത്തൊക്കെ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർക്കൊക്കെ നല്ല ധൈര്യമുണ്ട്, കാരണം അവർ ഇവിടുത്തെ ആൾക്കാരല്ലേ. അപ്പം നല്ല ധൈര്യമുണ്ട് കേട്ടോ. ഈ കാക്കയ്ക്കാണെങ്കിൽ കുറേ നേരം ശ്രമിച്ചിട്ട് പറക്കാൻ പറ്റണില്ല കേട്ടോ.
കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ആ വീഡിയോ കണ്ടോ, അതാണ് ആ കാണുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ആ കാക്കയ്ക്ക് പറക്കാൻ പറ്റിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറന്നു പോയി. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ആകാശമാണ് കേട്ടോ. നല്ല തെളിഞ്ഞ ആകാശം, നല്ല നീല കളറായിരുന്നു. ഇപ്പോൾ ദേ ഇത്തിരി മഴക്കോള് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഇത്തിരി കളർ മങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ എൻ്റെ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം, അതിലൊക്കെ നല്ല ആകാശമല്ലേ, നീല കളറായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിയോട് അടുത്ത് സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കൊന്ന് ഇരുണ്ട് തുടങ്ങിയപ്പോഴും എന്തൊരു തണുപ്പാ, പറയാൻ വയ്യ. പോകുന്നവരെല്ലാവരും സ്വെറ്റർ എടുത്തിട്ട് പോകാം കേട്ടോ. കാരണം പെട്ടെന്നായിരിക്കും ഒരു തണുപ്പ് അങ്ങോട്ട് വന്നത് കേട്ടോ. അത് മഞ്ഞ് വന്നതാണോ മഴ വന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ലാത്ത രീതിയിലൊരു തണുപ്പ് അങ്ങോട്ട് വരും. ഞാൻ വലിയ സാഹിത്യമൊന്നും പറയണ്ടെന്ന് വിചാരിച്ചു, എന്നാലും ഞാൻ ഒന്ന് പറയട്ടെ. ഈ പുല്ലിലൊക്കെ ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ആ പുല്ലിനോടൊക്കെ ചേർന്ന് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ തടാകത്തിൻ്റെ ഇറങ്ങുമൊന്നും വേണ്ട, നമുക്കറിയാത്ത വെള്ളങ്ങളിലൊന്നും ഇറങ്ങരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലിരുന്ന് ഫോട്ടോ എടുത്താലും നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ പൊഞ്ചിക്ക് ഇതിൻ്റെ അവൾ പേടിച്ചു പോയി. ആദ്യത്തെ ആ കാറ്റ് കണ്ടപ്പോൾ തന്നെ അവൾ പേടിച്ചു പോയി. പിന്നെ അവൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാത്തത് കേട്ടോ. പക്ഷേ ആ തടാകത്തിൻ്റെ കരയിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതും അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. കാരണം അപ്പുറത്തെ സൈഡ് മുഴുവൻ ഒരു കൊക്ക പോലെയാണ്. അപ്പോൾ നല്ല കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കുട്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറന്നു പോകാനുള്ള ചാൻസ് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തമിഴ്നാട് ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഈ വിൻഡ് മില്ലിൻ്റെ ലീഫും കൊണ്ട് പോകണ കാണാറില്ലേ, അതൊരു വലിയ ലോറിയിലല്ലേ കൊണ്ടുപോകല്, അതുപോലെ തന്നെ വലിയ ലീഫ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ വലുപ്പം എന്താണെന്ന് മനസ്സിലാവണില്ല കേട്ടോ. പക്ഷേ ഞാൻ അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കാൻ എനിക്ക് ഇപ്പോൾ എന്തോന്നും അറിയില്ല. ഞാനൊരു അമ്മയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര പേടി. ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ആരുണ്ടെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഞാൻ അതിൻ്റെ അടിയിൽ പോയി നിന്നു. പക്ഷേ എനിക്ക് പേടി, പെട്ടെന്ന് ഇങ്ങനെ പോന്നു ഞാൻ. അതിൻ്റെ ലീഫ് എങ്ങാനും പറഞ്ഞു വന്ന് എൻ്റെ തലയിൽ വീഴുമോ, ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെ ആയിപ്പോവും എന്നൊക്കെ ഒരു പേടി കിട്ടും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. എന്നാലും നിങ്ങളൊക്കെ കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ വണ്ടിയിലിരുന്ന് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ റോഡ് അത്ര നല്ലതല്ലാണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര ജെർക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ പൈൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ നടക്കും കേട്ടോ. ഇവിടുത്തെ പൈൻ മരങ്ങൾക്കൊക്കെ പൊക്കമില്ലാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് കേട്ടോ. ഇവരിവിടെ സർവൈവ് ചെയ്യാൻ തന്നെ ഭയങ്കരമായിട്ട് പാടുപെടും ഈ കാറ്റത്ത്. അതുകൊണ്ട് തന്നെ അതുങ്ങൾക്ക് പൊക്കം വെക്കണില്ല കേട്ടോ. അതുങ്ങൾക്കറിയാം പൊക്കമില്ലാണ്ട് നിന്നാലാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നല്ല പൊക്കത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുങ്ങളൊന്നും പൊക്കം വെക്കാത്തതെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ സ്റ്റാൻലി ചേട്ടൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നത്. മനുവേട്ടനും കുഞ്ഞും പുറത്തിറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാനായിരുന്നു ഇതിൻ്റെ ചോട്ടിൽ നിന്നിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു നല്ല സ്ഥലമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഫുള്ളും പൈൻ ഫോറസ്റ്റും അതിൻ്റെ നടുക്കൊരു നമ്മുടെ കാറ്റാടി. അപ്പോൾ അതൊരു നല്ല സീനറി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നതാണേ. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും സൺസെറ്റായി. അപ്പോൾ നന്നായിട്ട് ഇരുണ്ടു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഫോട്ടോ ഒന്നും അത്ര അടിപൊളിയായൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ സൺസെറ്റ് കാണാനാണ് നമ്മൾ വിചാരിച്ചത്. ഇവിടെ നിന്ന് സൺസെറ്റ് കണ്ടാൽ നല്ല അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അപ്പോഴത്തേക്കും കാർമേഘം വന്നിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. സാരമില്ല, നമുക്കൊരു പ്രാവശ്യം കൂടെ പോയിട്ട് സൺസെറ്റ് കാണാം അല്ലേ. അപ്പോൾ അങ്ങ് താഴ്വാരത്തിൽ ഒരു ടൗൺ കാണുന്നുണ്ട് കേട്ടോ. അത് നൈറോബി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം നൈറോബി ഇവിടുന്ന് ഒത്തിരി ദൂരമാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ കരേൻ്റെ ടൗൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല. അവിടെ വിട്ടുപോയിട്ടുണ്ടാവും, ഇവിടെ വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ഇത് ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഞാൻ ഫുൾ എല്ലായിടവും കണ്ടു. ഞങ്ങൾ റൗണ്ട് അടിച്ച് ഫുള്ള് ചുറ്റി കണ്ടിട്ടാണ് കേട്ടോ പോന്നേക്കുന്നത്. കാറിലിരുന്ന് തന്നെയാണ് കണ്ടതെങ്കിലും നല്ല രസമായിട്ട് എല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നല്ല സീനറിയാണ്, നല്ല പച്ചപ്പാണ് കേട്ടോ. അപ്പോൾ കഴിവതും പോകാൻ ശ്രമിക്കുക. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഫീസല്ലേ ഉള്ളൂ, എന്നിട്ട് അവിടെ പോയി കാണുക കേട്ടോ. താഴെ ഭാഗത്തായിട്ട് കുറേ പിള്ളേർ ഇങ്ങനെ ലോലിപ്പോപ്പൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ലോലിപ്പോപ്പൊക്കെ മേടിക്കാൻ പറ്റുന്നവർ ലോലിപ്പോപ്പൊക്കെ മേടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുക. അതല്ലാത്തവർ അവർ കാശ് ചോദിക്കും നമ്മളോട്, അവരുടെ വിദ്യാഭ്യാസത്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉള്ളവർ കൊടുത്ത് സഹായിക്കുക കേട്ടോ. ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ. പക്ഷേ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു 100 പേര് വരും. അപ്പോൾ ശ്രദ്ധിച്ച് കുറച്ച് ഗ്ലാസ് മാത്രം തുറന്നിട്ടിട്ടൊക്കെ കൊടുക്കാമുള്ളൂ. എല്ലാവരും കൂടെ ഇങ്ങനെ വരുവേ. നമ്മൾ ഇപ്പോൾ ഇറങ്ങി പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല, നല്ലോണം തണുപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.